ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസ് വെട്ടിക്കുറയ്ക്കാനുള്ള എയർ ഇന്ത്യയുടെ തീരുമാനം ഏറെ ബാധിക്കുക കുവൈറ്റ് യാത്രക്കാരെയാണ്. കുവൈറ്റ് എയർലൈൻസും അൽ ജസീറയും കരിപ്പൂരിലേക്ക് സർവീസ് നടത്താൻ അനുമതി തേടിയെങ്കിലും ഇതുവരെ നൽകിയിട്ടില്ലെന്നും എയർ ഇന്ത്യയെ ടാറ്റ കമ്പനി ഏറ്റെടുത്തതിന് ശേഷം യാത്രക്കാരോട് വിവേചനം കാണിക്കുന്നുവെന്നും മലബാർ ഡെവലപ്മെന്റ് ഫോറം പ്രസിഡന്റ് KM ബഷീർ പറഞ്ഞു. ടാറ്റ ഏറ്റെടുത്ത അന്ന് മുതൽ എയർ ഇന്ത്യ മലബാറിനെ അവഗണിക്കുകയാണ്. വളരെ മോശമായ രീതിയിലാണ് അതിനെ മാനേജ്മെൻറ്റ് മലബാർ മേഖലയിലെ യാത്രക്കാരോട് പെരുമാറുന്നത്. ഏറ്റവും കൂടുതൽ യാത്രാ ക്ലേശം, മനുഷ്യാവകാശ ലംഘനം അവർ നടത്തുന്നത് കുവൈത്ത്, കോഴിക്കോട് സെക്ടറിലാണ്. പ്രവാസികളുടെ, അതായത് ഇന്ത്യക്ക് വിദേശ നാണ്യം നേടിത്തരുന്ന അതിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗം പ്രവാസികൾ കരിപ്പൂർ, കാലിക്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തെ ആശ്രയിക്കേണ്ടവരാണ് കുവൈത്തിലുള്ളത്. അവർക്കിപ്പോൾ ഏത് ഭാഗത്തേക്ക് യാത്ര ചെയ്യുമെന്നുള്ള പ്രതിസന്ധി എത്തിച്ചിരിക്കുകയാണ് എയർ ഇന്ത്യ. അവർ അഭിലാഷ് നൽകും വിശദാംശങ്ങൾ. അഭിലാഷ്, എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഈ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കൂടുതൽ പ്രതികരണങ്ങൾ വരികയാണല്ലേ? തീർച്ചയായിട്ടും പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിഷേധങ്ങളിലേക്ക് കൂടി കടക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോഴിക്കോട്, അതായത് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് മാത്രം ഒരാഴ്ചയിൽ 25 സർവീസുകളാണ് വെട്ടിക്കുറയ്ക്കാനുള്ള ഒരു തീരുമാനം എയർ ഇന്ത്യയുടെ ഭാഗത്ത് വന്നിരിക്കുന്നത്. ഇതൊരു തികഞ്ഞ മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് കുവൈറ്റ് യാത്രക്കാരെയാണ് എന്നതാണ്. കുവൈറ്റിൽ നിന്ന് മറിച്ച് മറ്റേതെങ്കിലും തരത്തിലുള്ള വിമാന സർവീസുകൾ കരിപ്പൂരിലേക്കില്ല. ആ ഒരു സാഹചര്യത്തിലാണ് എയർ ഇന്ത്യ സർവീസ് പോലും നിലയ്ക്കുമ്പോൾ അത് അവിടേക്ക് പോകേണ്ടുന്ന യാത്രക്കാർ ഏത് എയർപോർട്ടിനെ ആശ്രയിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. റോഡ് മാർഗം കണ്ണൂരിലേക്കും അതോടൊപ്പം തന്നെ കൊച്ചിയിലേക്കുമൊക്കെ പോയിട്ട് വേണം അവർക്ക് യാത്ര ചെയ്യാൻ എന്നുള്ള പ്രധാനപ്പെട്ട വിഷയമായി മാറുന്നു. അത് തന്നെയാണ് ഏറ്റവും കാര്യമായുള്ള വിഷയമായി വരുന്നത്. ഏതായാലും കുവൈറ്റ് യാത്രക്കാരെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതെന്ന് പറയുമ്പോൾ അതിന് പ്രതികരിക്കാനും അതോടൊപ്പം തന്നെ പ്രതിഷേധിക്കാനും ഒരു നീക്കമാണ് ഇപ്പോൾ മലബാർ ഡെവലപ്മെന്റ് ഫോറത്തിന്റെ ഭാഗത്ത് വരുന്നത്. ഇത് ശക്തമായ പ്രതിഷേധത്തിലേക്ക് തന്നെ അടുത്ത ആഴ്ച മുതൽ കടക്കാനുള്ള ഒരു തീരുമാനം അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിക്കടക്കം അവർ കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. ശരി, അഭിലാഷാണ് വിശദാംശങ്ങൾ നൽകിയത്. മലബാർ ഡെവലപ്മെന്റ് ഫോറം പ്രസിഡന്റ് KM ബഷീറിന്റെ വാക്കുകൾ കൂടിയാണ് നമ്മൾ കേട്ടത്. എന്തായാലും ഇത് പ്രവാസികളെ ബാധിക്കുന്ന ഒരു വലിയ വിഷയം തന്നെയാണ് എന്നതിൽ തർക്കമില്ല. ഇന്നത്തെ ന്യൂസ് ബസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ഗുഡ് ഈവനിംഗ്